ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു സൺഡേ ആണ്. എല്ലാവരും വീട്ടിൽ എൻജോയ് ചെയ്തിരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കണം. എല്ലാവരും അവരവരുടെ കുടുംബത്തോടു കൂടെ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ ഒത്തൊരുമയോടെ ഇരിക്കുന്നൊരു ദിവസമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇന്ന് സ്പെഷ്യലി തയ്ച്ചുണ്ടാക്കിയൊരു കിടിലൻ വ്ളോഗാണ് നമ്മുടെ ബാക്കിൽ ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ വ്ളോഗിൽ ആറാടുകയാണ് റിച്ചു ആറാടുന്ന വ്ളോഗാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഒരുപാട് കാലത്തിന് ശേഷം റിച്ചു സാർ തിരിച്ചെത്തിയ എൻ്റെ കിടിലൻ വ്ളോഗാണ്. അപ്പോൾ നമ്മൾ അഫി എണീക്കുന്നിടത്തും തൊട്ട് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവരും അവസാനം വരെ കണ്ട് വിജയിപ്പിക്കണമേ. അതിനു മുമ്പ് വ്ളോഗ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് വീഡിയോ കാണണമേ എന്ന് ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ്. പറ്റുന്ന എല്ലാവരും ചെയ്യട്ടോ. അപ്പോൾ ഇന്നലെ അപ്പം ഈ ചാമ്പ്യൻഷിപ്പ് എന്താണെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോൻ്റെ അവസാനത്തേക്ക് അറിയും. ചാമ്പ്യൻഷിപ്പ് വിജയങ്ങൾക്ക് വേണ്ടി റിച്ചുവിന് വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥന എല്ലാവരും മനസ്സൊരുക്കി പ്രാർത്ഥിക്കണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പം എന്തായാലും റിച്ചു ഇനിയുള്ള വീഡിയോസിൽ ഉണ്ടാവും. അപ്പോൾ റിച്ചു ഫാൻസ് എല്ലാവരും കമൻറ്റ് ഇട്ട് തുടങ്ങിക്കോളൂ. റിച്ചു എന്ന് കമൻറ്റ് ഇട്ടിട്ട് തുടങ്ങുക വീഡിയോ. അതുപോലെ തന്നെ മലപ്പുറം സ്കൂളിൽ എല്ലാവർക്കും ഉള്ളതും ഞാൻ പറയുന്നുണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂൾ, നമ്മളെ എക്സ്പീരിയൻസ് ഒക്കെ ഇതിൻ്റെ ശേഷം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അഫീഫ് അഫീഫ് അഫി അഫി അഫിയെ എണീക്കേ. എണീക്കടാ. വരൂ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കൂടെ ഇന്ന് ഒരാൾ അണിചേരാൻ എത്തിയിട്ടുണ്ട്. ഇന്നലെ നമ്മളെ പരിപാടിയിലേക്ക് ഒരാൾ വന്നിരുന്നു. അപ്പം സ്റ്റീലി എല്ലാ പരിപാടിക്കും പോകുന്ന ആളല്ല കേട്ടോ. അവന് ഒഴിവ് സമയങ്ങളുണ്ടാകുമ്പോൾ മാത്രം പരിപാടികളിൽ പങ്കെടുക്കുന്ന ആളാണ്. അപ്പം ഇന്നലെ മലപ്പുറം ഗേൾസ് സ്കൂൾ ആയതുകൊണ്ട് തന്നെ സ്റ്റീൽ എന്തായാലും വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു എന്തായാലും വരണമെന്നും പറഞ്ഞു. അങ്ങനെ സ്കൂളിലെ കാണികളൊക്കെ ഇളക്കി മറിച്ചാണ് ഇന്നലെ സ്റ്റീൽ അവിടെ നിന്ന് പോകുന്നതെന്നാണ് എനിക്ക് വിവരം കിട്ടിയത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പോയതിൽ വൺ ഓഫ് ദ നൈസസ്റ്റ് വെന്യൂസ് ആയിരുന്നു മലപ്പുറം ഗേൾസ് സ്കൂൾ. അടിപൊളി സ്കൂൾ, അടിപൊളി വൈബ്, ഒന്നും പറയാനില്ല. കുട്ടികളെല്ലാവരും അവസാനം വരെ ഒരു രക്ഷയില്ലാത്ത എനർജി. അപ്പം മലപ്പുറം ഗേൾസ് സ്കൂളിലെ കുട്ടികളുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും കമൻറ്റ് ചെയ്യുക. വി ആർ ഫ്രം മലപ്പുറം ഗേൾസ്. അപ്പം എനിക്ക് നല്ല ഇഷ്ടമായി, അടിപൊളിയായിട്ട് ഇഷ്ടമായി. ഞങ്ങൾക്ക് ഈച്ചുവിനാണെങ്കിലും ബെഞ്ചിക്കാണെങ്കിലും എനിക്കും അഫിക്കും നിഹാലിനും സൽമാനും ഷാനുവിനും അച്ചുവിനും എല്ലാവർക്കും സ്കൂൾ ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഒരാ എനർജി അതുപോലെ തന്നെ കീപ്പ് ചെയ്തിരുന്നു. നമ്മളപ്പം ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാനും ഇതിനൊക്കെ കുറേ നോക്കി. പക്ഷെ എന്താ വെച്ചാൽ ഈ 1000-ലേറെ ആൾക്കാരുണ്ട്, 2000-2000 ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ഒരു തലന്ന് ആ തല വരെ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും ഇനി. അപ്പോൾ ഇത്രയും ആൾക്കാർ അവിടെ പോസിബിൾ അല്ല. ഇതിന് 10 മണിൻ്റെ ഉള്ളിലെല്ലാം അവസാനിപ്പിക്കണം. നമ്മൾ പ്രോഗ്രാം ഫുൾ അവസാനിപ്പിക്കേണ്ടതുകൊണ്ട് ഫ്രെയിം വരച്ചവർക്ക് വരെ എനിക്ക് കറക്റ്റ് വാങ്ങാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പം അങ്ങനെ ആഗ്രഹിച്ച് വന്ന എല്ലാ കുട്ടികളോടും എൻ്റെ സോറി. കാരണം നമ്മളെ കയ്യിലുള്ള കാര്യമില്ല പരിപാടി നിർത്തുന്നതും പരിപാടിൻ്റെ സംഭവങ്ങളൊക്കെ. അപ്പം ഒരുപാട് ആൾക്കാർ എൻ്റെ ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്നു, അതായത് ഓൾക്ക് സ്റ്റേജ് റൈറ്റ് ആകുമ്പോൾ അടിപൊളിയും. അതുപോലെ തന്നെ എൻ്റെ റൈറ്റ് സൈഡിൽ, അതായത് എൻ്റെ മുന്നിലുണ്ടായിരുന്ന ഫുൾ ഓഡിയൻസും അവസാനം വരെ അടിപൊളിയായിട്ട് നമ്മളെ കൂടെ ഡാൻസ് ചെയ്ത് ഫുൾ പാട്ടിനും തിരിച്ച് പാടി ഫ്ലാഷ് ലൈറ്റ്സ് ഓൺ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഓൺ ചെയ്ത് എല്ലാം. ഒന്നും എനിക്ക് എന്താ പറയുക, എനിക്കെങ്ങനെ അത് വിവരിക്കണം എന്ന് എനിക്കറിയില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു എല്ലാ കുട്ടികളും. അപ്പം എല്ലാവർക്കും, അവിടുത്തെ എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. എന്നും നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു എനർജി നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റട്ടെ. അതുപോലെ തന്നെ പഠനത്തിലും കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. നമ്മളെപ്പോലുള്ള ആൾക്കാരെ സ്വീകരിക്കാനുള്ള അവസരങ്ങൾ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു മലപ്പുറം സ്കൂൾ? പറയൂ. മലപ്പുറം സ്കൂളിൽ അടിപൊളിയായിരുന്നു. റിലാക്സ്. സൗണ്ട് നോക്ക്. മലപ്പുറം സ്കൂൾ അടിപൊളിയായിരുന്നു. ഭയങ്കര അടിപൊളി ക്രൗഡായിരുന്നു.
എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ച അടിപൊളി ക്രൗഡ് ആയിരുന്നു. ആകെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് ചെവി 2 മിനിറ്റ് തുടക്കത്തിൽ തന്നെ കേൾക്കാൻ പറ്റില്ലായിരുന്നു. കാരണം അമ്മ സൗണ്ട് പറഞ്ഞിട്ട് ചെവി അങ്ങോട്ട് കേൾക്കണ്ടേ, ചെവി ഇങ്ങനെ കീയറിയാം. പരിപാടി കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ചെവി കീയറിഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ഓരോ പാട്ട് കഴിഞ്ഞാലും കീ കീ കോ പറഞ്ഞിട്ട് ബലി ഭയങ്കര സൗണ്ട്, ഭയങ്കര ആക്റ്റീവ്, നല്ല അടിപൊളി സ്കൂളിനും. അതായത് ആ കാര്യം വിട്ടുപോയിട്ടാ, എന്താ ആ കാര്യം വിട്ടുപോയി. നമ്മൾ സ്റ്റേജിൽ ഫസ്റ്റ് പാട്ടിന് നമ്മൾ സ്റ്റേജിൽ നമ്മൾ ആൾക്കാരുടെ ഇടയിൽ കൂടെ വരാമെന്ന് ഇനി ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ വന്നിക്കണേ എനിക്ക് തോന്നുന്നു എന്തായാലും എൻ്റെ ചെവി എന്തായാലും അടിച്ചു പോയി. കാരണം നമ്മൾ പിന്നെ എടുത്ത ടീച്ചേഴ്സിൻ്റെ തീരുമാനമായിരുന്നു സ്റ്റേജിൻ്റെ ബാക്കിൽ കൂടെ വന്നാൽ മതി, മുന്നിൽ കൂടെ വരണ്ട എന്നുള്ളത്. അങ്ങനെ നമ്മൾ സ്റ്റേജിൻ്റെ ബാക്കിൽ കൂടെ വന്നിട്ട് തന്നെ കുട്ടികൾ കൂക്കിയിട്ട്, കാരണം എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾ കൂക്കുമ്പോൾ ഒന്നും കൂടിയും ആൺകുട്ടികളെക്കാട്ടിലും സൗണ്ട് കുറച്ച് കൂടുതലാവുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. നല്ല ഡെസിബലുള്ള കൂക്കലാണ്, നല്ല ട്രബിൾ ഇതില്ല, അതായത് ട്രബിളും ബേസൊക്കെ നോക്കുമ്പോൾ ട്രബിൾ നല്ലുള്ള കൂക്കലാണ്, ബേസ് ഇല്ല സൗണ്ടിൽ. അപ്പോൾ കുട്ടികളെല്ലാവരും കൂക്കിയിട്ട് ഫസ്റ്റ് പാട്ടിന് എനിക്ക് ട്രാക്ക് അധികം കേൾക്കണില്ല. അപ്പം എൻ്റെ ചെവി ഏകദേശം അടഞ്ഞു. അപ്പോൾ ആഷിഖാനോട് പറഞ്ഞ ട്രാക്ക് കൂട്ടി. ആഷിഖ നമ്മളെ സൗണ്ട് എഞ്ചിനീയറാണ്. ആഷിഖ ട്രാക്ക് കൂട്ടിയിടി പറഞ്ഞു. അതിൽ ആഷിഖ കൂട്ടിയിരിക്കണേ ഫുള്ളാ. അതിൽ അവസാനം ബെഞ്ച് പറഞ്ഞ് ചെവി നമ്മളതെല്ലാവരും പോയതാണ്, ഉള്ള പോലെ പെർഫോം ചെയ്യാന്ന് പറഞ്ഞ്. ഓരോ പാട്ട് കഴിഞ്ഞാലും ഇവരിങ്ങോട്ട് കൂക്കിയിട്ട്, അതായത് ആർത്തൊച്ച ഉണ്ടാക്കിയിട്ട് നമുക്ക് വേറെ ഒന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പം അങ്ങനത്തെ ഒരു എനർജി നമ്മൾ ഈ അടുത്ത കാലത്ത്, അതായത് ഒന്നാമത് ഇത്രയും ആൾക്കാർ കംപ്ലീറ്റ് ഗേൾസ് ആയതുകൊണ്ടാണ് നമ്മൾ അന്തം വിട്ടത്. എല്ലാ കുട്ടികളും A to Z ഫസ്റ്റ് മുതൽ എൻ്റെ വരെ, അതുപോലെ ഒരുപാട് ഒരുപാട് ആൾക്കാർ പരിപാടി കാണാൻ വന്നിട്ടുണ്ട്. എല്ലാവർക്കും പരിപാടി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണം. ലാസ്റ്റ് ഫുൾ അടിച്ചുപൊളിപ്പാട്ട് പാടിയപ്പോൾ കുറച്ച് ഉമ്മമാർക്കൊക്കെ സീറ്റിൽ നിന്ന് എണീക്കേണ്ടി വന്നു. കുട്ടികളൊക്കെ പാടെ അവിടെ തിക്കി കയറി വന്നു. ആ ഒരു സങ്കടം മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു എന്ന് ഞാൻ വിചാരിക്കണം. പിന്നെ നമുക്ക് ശരിക്കും ആ ബൗണ്ടറീസ് കെട്ടാണ്ടാണ് പരിപാടി എന്നുണ്ടെന്നുണ്ടെങ്കിൽ പരിപാടി അടിപൊളിയാവും ചെയ്യും, പരിപാടി നമ്മളെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് പോയിരുന്നു. അപ്പം അതാണ് നമ്മൾ ഫുള്ള് എല്ലാവരെയും കൂടി ചാടിപ്പിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടാതെ വന്നത്. ബട്ട് സ്റ്റിൽ കുട്ടികൾ അവസാനം വരെ എൻഡ് വരെ എൻജോയ് ചെയ്തു, സൂപ്പറായിട്ട് എൻജോയ് ചെയ്തു. നമ്മൾ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചെത്തി. ഇവിടെ ആരൊക്കെ പരിപാടി കഴിഞ്ഞ് കിടന്നുറങ്ങണമെന്ന് ഞാൻ കാണിച്ചു തരാം. നിലത്ത് കിടക്കുന്നത് അടിയിൽ സ്വന്തമായ റൂമുണ്ടായിട്ടും മേലെ വന്ന് ഈ പദമുള്ള മെത്തയിൽ കിടക്കാൻ ആഗ്രഹിക്കുന്ന ബെഞ്ചി. മേലെ നിന്ന് റൈറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നിഹാൽ, അപ്പുറത്ത് ഈച്ചുവിൻ്റെ മുടി ഞാൻ കാണിച്ചു തരാട്ടോ എല്ലാവർക്കും. ഏതോ പൂച്ച മാന്തിയ പോലെ, ടൈഗർ മാന്തിയ പോലെ ചെയ്തിരിക്കണം. നീക്കടാ നീയാല എന്ത് പരിപാടി ഉണ്ട്. ഫുള്ള് ഡേഞ്ചർ വ്ളോഗാണെന്ന് തോന്നുന്നു. അപ്പം ഇനി നമ്മൾ അടിയിലേക്ക് പോയേക്കാം, അമ്മച്ചിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചു നോക്കാം. നമ്മളിന്ന് അതുപോലെ തന്നെ ഇന്ന്, അതായത് ഞായറാഴ്ച 5-ാം തീയതി ഇന്ന് ഈവനിങ് 5 മണി നമ്മളിവിടെ വരുന്നുണ്ട്. കണ്ണൂർ ചക്കരക്കല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പം പരിപാടിയിൽ വ്ളോഗ് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചക്കരക്കല്ല് കേക്ക് ഹബിന് ഇനോഗ്രേഷനാണ് നമ്മൾ വരുന്നത്. അപ്പോൾ പറ്റുന്നവരൊക്കെ അങ്ങോട്ട് വരാം, നമുക്ക് അവിടെ നിന്ന് എന്തായാലും മീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടിയിലേക്ക് പോയേക്കാം. അപ്പം ഇതാ സ്റ്റീലിൻ്റെ പരീക്ഷ പേപ്പറും സാധനങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ കുറച്ച് സ്നേഹം കൂടുതലാണ്. രാവിലെ ആയാൽ ഉമ്മച്ചിനെ സ്നേഹിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് തുടങ്ങുമ്പോൾ ഓരോ ദിവസം കണ്ണിൽ വെള്ളം നിറച്ചാണ്ട് ഇപ്പം ഉപ്പച്ചിനെ ഒട്ടിയാണ്ട് ഉമ്മ കൊടുക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നു. ഹൈ ആശുമാതാ ഒന്നും പറയാല്ലേ. ചുമ്മാത്ത ഒന്നും പറയാല്ല. ഏത് പിക്കള? അന്യം പിക്കള അവിടെ നിന്ന് പറയാണ്ട് എന്താ ദൂടിച്ച എന്താ ഉണ്ടാക്കണേ? നമ്മളെന്താ അടുക്കളയിൽ ഉണ്ടാക്കുന്നത്?
പോണം. നമ്മൾ എന്ത് കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? ഓ, കുളമ്പ് കറി. എന്ത് ഡോഗ്സിനുള്ള നായ്ക്കുള്ളതാണ്? ഡബിൾ മീനിങ്ങിൽ പറഞ്ഞാണോ? ഞങ്ങള് ഇന്ന് പരിപാടി ഉണ്ടേ. ഓ, ഇതെന്ത് കറിയാ? വെളുത്തുള്ളിയൊക്കെ ചത്ത പോലെ എടുക്കണ കറി മേലെ വന്നാണ്ട്. ഞാൻ കൂടിത്തരണ? അശ്മത, ഈ ഒരു തക്കാളിന്റെ പ്രത്യേകത എന്താണ്? ഈ തക്കാളി അതിലിട്ടാ പുളി ഉണ്ടാവും. പുളി ഇല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ തക്കാളി കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കറിക്ക് എന്തുണ്ടല്ലോ ഭംഗി ഉണ്ടാവില്ല. ഈ തക്കാളി എന്താണ് ഇത്ര ചെറുതായി പോയത്? അതിപ്പോ എന്താ പഠിച്ചോന്നു നമ്മൾ വാങ്ങാൻ അത് പഠിച്ചു കൊടുത്തല്ലേ. പഠിച്ചോന് അങ്ങനെ പറിച്ചു വിട്ടു. നമ്മൾ അതിന് കുറ്റം പറയാൻ പാടില്ല. ഓക്കെ. നമ്മൾ ഇറച്ചിക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് പറ്റിയാളെ കറിയാണ്. അതോ? അത് കോഴിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്കൂൾ കൊടുത്താ പിടിച്ചുട്ടോ. ഒരു ലോഡ് ക്രിക്കറ്റ് ഫോട്ടോ, ഫുട്ബോൾ ഫോട്ടോ ആട്ടത്. ക്രിക്കറ്റ് ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫുട്ബോൾ ഫോട്ടോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ജീരുന്ന കേക്കുന്ന കുട്ടി അതെന്തേ ചെറിയ വെക്കല്ലേ? അപ്പം ഒരുപാട് കാലത്തിന് ശേഷം എന്റെ കുട്ടി ഇവിടെ വന്നിട്ടുണ്ടാ. വീട് മാറിപ്പോയിട്ട് ഇപ്പൊ നിങ്ങൾ ഈ വീട്ടിലല്ലോ, അടിയത്തെ വീട്ടിലേക്കാണ് പോയിട്ടുള്ളത്. വരലുണ്ട്. അനക്കൊക്കെ ഇവിടെ ഉണ്ടാവില്ല, തിരക്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വീട് മാറിയത് കൊണ്ടാണ് നമ്മളെ കൂടെ റിച്ച് ബൈക്ക് അധികം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാതെ. റിച്ച് ബൈ എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നു. ഈ കാർഡ് എവിടെ നിന്നാണ് നിങ്ങൾ വാങ്ങിയത്? എങ്ങനെയാണ്? പക്ഷെ ഈ കാർഡ് നമ്മള് പുതിയതോ? നമ്മളെ പീരീഡൊക്കെ ഇങ്ങനെ കളിച്ച പുടിച്ചു വാങ്ങി പീരീഡിന്റെ ഇടയിലോ ഇങ്ങനെ കളിച്ച സ്കൂളിൽ കൊണ്ടുവന്നോ കേട്ടോ. കാരണം ഇപ്പൊ എന്താ വെച്ചാൽ ബ്ലോഗില് ടീച്ചർമാരും കൂടി കണ്ടിട്ടുണ്ട്. ഓനറിയാ ഞാൻ പുടിച്ചിരുന്ന ഒരാളവിടെ ഉണ്ട്. എല്ലാവർക്കും ഞാൻ ഇതുവരെ ആ മുതലും കൊണ്ടുവന്ന എന്നെ മൊത്തത്തിൽ ഞങ്ങൾ പൊക്കും. അത് കൊണ്ടോണ്ടേ ആരല്ലേ കുറച്ച് ബുക്കുകളും കൊണ്ടുപോയാൽ മതി. ഈ പ്ലേയേഴ്സിന്റെ പേരൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഫസ്റ്റ് പ്ലെയർ ആരാണ്? റൊണാൾഡിഞ്ഞോ. നെയ്മർ. അറിയില്ല. റൊണാൾഡോ. അറിയില്ല. ആ അജു മുഖം നോക്കിയ വായിച്ച ഇവിടെ അടിയിൽ വായിച്ച പേരുണ്ട്. അഷറഫ്, ഹക്കീമി, പോൾ പോഗ്ബ, സീറോ ഇമ്മൊബിൽ, സെർജിയോ റാമോസ്, തിയറി ഹെൻറി, ഡെന്നിസ് ബ്രഗ്രാം. ഇത് കുറച്ച് കൊടുക്കും പേര്. മാർക്കോസ് എവെങ്കലിസ്റ്റ ഡിമൊറാസ്. അനു ഇതേ ഉപകാരത്തിലാക്കി എങ്ങനെ എനിക്കറിയാം. എല്ലാ ദിവസത്തിന്റെ കളി നടക്കും. ഞാൻ അതൊക്കെ വാങ്ങി എൻ്റെ അൽമാരി കൊണ്ടുവച്ചു സ്കൂളിൽ. എന്നിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലെയറെ ചിത്രം ഒട്ടിക്കാനുള്ള ഒരു പാഠമുണ്ടായിരുന്നു അറബിയിൽ. കളികൾ ഇങ്ങനെ പഠിപ്പിച്ചപ്പോൾ ഫുട്ബോൾ, ഹോക്കി ഒക്കെ പഠിപ്പിച്ചപ്പോൾ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലെയറെ ചിത്രം ഒട്ടിക്കാൻ. പെൺകുട്ടിയൊക്കെ ഉണ്ടോ ഇങ്ങനത്തെ വല്ലതും? ഇതൊക്കെ ആൺകുട്ടികളെ കളിയല്ലേ. കാർഡ് പിടിച്ച കാർഡ് മുഴുവൻ ഞാൻ എൻ്റെ അൽമാരിയിൽ നിന്ന് കൊടുന്നു. എന്നിട്ട് എല്ലാം വിതരണം ചെയ്തു. ഇഷ്ടപ്പെട്ട കളിക്കാരനെ തന്നെ ഒട്ടിച്ചുകൂടെ. ആ കാർഡ് ഞാനൊരു ഉപകാരത്തിലാക്കി. എല്ലാവർക്കും ഉപകാരം. 10 രൂപ കെട്ടണോ? കാലം ഒരുപാട് മാറില്ല. ലാഭല്ല. അനക്ക് ലാഭല്ല, കമ്പനിക്ക് നല്ല ലാഭമുണ്ട് ഇതില് ഇങ്ങനെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇത് പണ്ട് നമുക്കൊരു കെട്ട് ക്രിക്കറ്റ് ഫോട്ടോത്തിന് 5 രൂപ ഉള്ളൂ. ഒരു കെട്ട് ഇത്ര പോകുന്ന ഒരു കെട്ട്. ഞാനിതൊരു 100 രൂപ കിട്ടിയ എന്ത് ചെയ്യും? ക്രിക്കറ്റ് ഫോട്ടോ വാങ്ങിക്കും. 100 രൂപ പണിയോ? ഓന്റെ വാപ്പയാണോ എല്ലാം എടുക്കണേ.
പണിയെടുത്തു. സ്കൂള് വാങ്ങിയോ? ആ ചെടിയൊക്കെ കണ്ടില്ലേ? പേരെ വിറ്റ് കണ്ട് സ്കൂള് വാങ്ങിയോ? ആ പുതിയ ചെടിയൊക്കെ കണ്ടില്ലേ? അതൊക്കെ ഞങ്ങളെ പെരയിലുള്ള ചെടിയാണ്. ആ പുല്ല് വെച്ചല്ലേ ഗ്രാസ് പെരയിലാണ്. അപ്പൊ ഇപ്പൊ എത്രാം ക്ലാസ്സിലാ? 4. ഇനിയിപ്പോ എനിക്കത് അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടോ? കിട്ടും 2 മാസം. അത് കിട്ടിയിട്ട് എന്താ കാര്യം? അതിന് പണി ഫുള്ള് കഴിഞ്ഞിട്ടില്ല. റഹീം സ്കൂൾ എടുത്തു ഉണ്ണിയേട്ടൻ്റെ എന്നൊക്കെ പറയുന്നുണ്ട്. വാങ്ങിയോ? പരിപാടി ഉണ്ടോ? ഇതെന്താ വെച്ചാല് എപ്പോഴും ഈ 4ാം ക്ലാസ്സുകാരുള്ള ഒരു ബർക്കത്ത് കമ്മി എന്താ വെച്ചാൽ 4ാം ക്ലാസ്സുകാർ 4 അവസാനം എത്തുമ്പോൾ സ്കൂളിൽ കണ്ട് മാറിയിട്ട് സ്കൂളിൽ ചിക്കൻ കറി വരും, സ്കൂളിൽ ബിൽഡിങ് പൊന്തും, സ്കൂളിൽ നിരപ്പായ പാതകൾ വരും, ഇത് ഫുള്ള് കമ്പി വേലിക്കമ്പി വരും അല്ലേ? ഇത്രയും 3 മതില് 3 പഠിച്ചപ്പോ ഇത് അനുഭവിക്കാൻ ചാൻസ് കിട്ടീനിയോ? 3 പഠിച്ചപ്പോ ഇത് അനുഭവിക്കാനുള്ള അവസരം കിട്ടീനിയോ? കിട്ടിയിട്ടില്ല. ഇപ്പോഴാണ് വന്നത്. പക്ഷെ അപ്പോൾ നിങ്ങൾ പോകുകയാണ്. അടുത്ത നിങ്ങൾ ഏത് 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ ഏത് സ്കൂളാണ് ലക്ഷ്യം വെക്കുന്നത്? കേമോലൊക്കെ പോണേ. പക്ഷെ കേമോയിൽ ഇപ്പച്ചക്ക് കേമോ പറ്റില്ല. ഇപ്പച്ചക്ക് MD പറ്റുക. ഇവിടെ MD അല്ലേ, കറലായി MD. അതാണ് ഇപ്പച്ചക്കൊക്കെ പറ്റുന്നത്. നമ്മള് ഇപ്പത്തെ തലമുറയിലെ കുട്ടികൾ എന്താ ഓൽക്ക് പറ്റുന്ന ഓയിൽ ചെയ്യണം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് സ്കൂളിൽ പോകാൻ ഇഷ്ടപ്പെടുന്നത്? കേമോ. പള്ളി സ്കൂള് രാമൻകുത്തൊന്നുമില്ല. അവിടെ കളിച്ചാൻ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ കൾച്ചറൽ രാമൻകുത്ത് അത്ര വലിയ ഗ്രൗണ്ട്. അവിടെ വിദ്യാഭ്യാസപരമായി എങ്ങനെ നിനക്കറിയില്ല. കളിച്ചാൻ വലിയ ഗ്രൗണ്ട് ഉണ്ട്. ടറഫ് വിദ്യാഭ്യാസത്തിനല്ല പ്രാധാന്യം കൊടുക്കണത്. ഓൻ കായികപരമായാണ് വിദ്യാഭ്യാസത്തിന്റെ അക്ഷരങ്ങൾ ഞങ്ങൾ പോകുമ്പോ ഗുഡ്സിൽ കൊടുത്തേക്കാണ്. മലയാള അക്ഷരങ്ങൾ, ഇംഗ്ലീഷ് അക്ഷരങ്ങൾ. അതായത് റിച്ച് ലക്ഷ്യം വെക്കണത് കായികപരമായിട്ടുള്ള വിദ്യാഭ്യാസമാണ്. ഞാൻ മാനസിക ഉല്ലാസങ്ങൾ. പേര് പറയുമ്പോൾ എർലിംഗ് ഹാളണ്ട് ഹാളണ്ട് അതിലുള്ള സിറ്റിന്റെ ആണല്ലോ. സിറ്റി ഇപ്പൊ നല്ല അവസ്ഥയിലാണ്. സിറ്റി ആകെ കുടുങ്ങിയിരിക്ക. ഒരു കളിയും ജയിച്ചാതെ. പുതുതായി പഠിച്ച ഏതെങ്കിലും പാട്ട് ഞങ്ങള് തിരിച്ചു വന്ന ഓഡിയൻസിന് വേണ്ടി, യൂട്യൂബ് പ്രേക്ഷകർക്ക് വേണ്ടി പാട്ട് പുതിയത് ഇറങ്ങി പോയിട്ട് താമ്പടി ചാമ്പടി അതറിയോ? അതല്ലേ പിന്നെ അതറിയില്ലേ? പച്ച വലിഷ്കാരി, പച്ച മലയാളി, പൂശ മുതലള്ളി, മദ്യം മതിരശി, വായെടുത്താൽ വായാടി, വാറ്റെടുത്താൽ വക്കത്തി, പോറ്റെടുത്താൽ പോരാളി, തോക്കെടുത്തിട്ട് തോക്കെടുത്തിട്ട് ഐ ആം സിംഗിൾ, ഐ ആം റെഡി ടു മിംഗിൾ, ഈ ജംഗിളിൽ ഞാൻ തന്നെ സിംഗം. ഇല്ല മരക്കിടുമ്പോ പിന്നെ നടന്നിട്ടില്ല. വേറെ പാട്ട് കാടിങ്ങനെ നീക്കിട്ടാ പാടണേ. കാടിങ്ങനെ നീക്കിട്ടാ പറയണേ. ഷെഫ്ലിങ് പോണത് 15 കാട്. പുതിയ പാട്ട് ഏതാ? ഡാൻസിന്റെ പുതിയൊരു പാട്ടുണ്ട്. ഏതാണ്? ചോരക്കളിയുടെ ചാരം പൊരുങ്ങി നീരാ നെഞ്ചാണ് ഓടിക്ക് ഒന്നായി കത്തും കരികൾ കണ്ണാട് യുദ്ധഭൂമി ഒറ്റയാട് കൊമ്പ് കൂർക്കാൻ ഭയന്നതാണ് വേട്ടയാടും എതിർക്ക് മരണം ശിക്ഷകൾ എതിർത്തി വെച്ചത് വേറെ നീ മാർക്കോ നായി പിറന്നോനെ ദൈവം പാത്ത സാത്താനെ നായേ വിറക്കുന്നേ നിന്നെ കണ്ടാലേ. അങ്ങനെയാണ് തോന്നുന്നത്. അങ്ങനെ കലോത്സവത്തിനൊന്നും പാടരുതിട്ടാ. കലോത്സവത്തിനൊക്കെ പാടുമ്പോ അവിടെ മുന്നിലൊക്കെ മറ്റേ ഗസ്റ്റുകളൊക്കെ ഇരിക്കുമ്പോ നായേ വിറക്കുന്നേ, അപ്പൊ വിറക്കുന്ന വരുന്നവരെ ഓലൊന്നും ഞെട്ടും, ഓലൊന്ന് വിറക്കും. അപ്പം വേറെ ഏതെങ്കിലും പാട്ടുണ്ടോ പുതിയ? താമ്പടി ചാമ്പടി തമക്ക് തീയോന കല 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 കടൂടൂടൂടു അറിയില്ല. ആപ്പറ്റി പുഷ്പ 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 രാജ് പുഷ്പ 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 പുഷ്പരാജ് ഡാഡി മമ്മിക്കാൻ ആടും തിളങ്ങും താടിയൊന്ന് തടവുന്നേരം നാടും. അതാ പാടിയതേ. ഈ താടിയൊന്ന് തടവുന്നേരം നാടും ഇളകിയിടുന്നേ. അതിനെ ലിച്ചെന്താ പാടിയോ? ഡാഡി മമ്മി വീട്ടിലില്ല കടപോടെ കുറ്റം പറ. ലിറിക്സ് കുറ്റമ്പറ സ്കൂളിൽ കസ്റ്റമൈസ് ചെയ്യണമല്ലേ ഇതൊക്കെ? രാവിലെ എന്താ കഴിച്ചത് ഭക്ഷണത്തിന്? പൊറാട്ടയും
ബീഫ് കടായി. പൊറാട്ടി കടായ നമ്മളെ പ്ലം കേക്ക് ഇത് വലിച്ചിട്ട് തിന്നു. എന്താണ് താത്ത പോവതിന് അപ്പം അളിയൊക്കെ തന്നെ അപ്പം നെയ്ച്ചോറും കടായി ഉണ്ടാക്കിന്. അപ്പം കടായി ബാക്കിയായി. ആ കടായിലേക്ക് പൊറാട്ട രാവിലെ കൊടുന്നു. എന്നിട്ട് ഇപ്പൊ ഇഞ്ഞവിടെ കടായി ബാക്കിയുണ്ടോ? അറിയത് അങ്ങനെ ആവും, അങ്ങനെ ഇതൊക്കെ വരും. ഇങ്ങോട്ട് മാത്രം ഉണ്ടോ? അത്ര ഉണ്ടാവൂല. കാക്കുന്നെ ഒരു 10 പീസൊക്കെ എടുക്കും. ഓൻ അങ്ങനെയാണ്. എന്തൊരു 10 പീസാ എന്തെങ്കിലും ഒരു സാധനം ഇങ്ങോട്ട് കൊണ്ടുവരടക്കി. ക്രിക്കറ്റ് ഫോട്ടോ അല്ല, ഇതിപ്പോ തിന്നാൻ പറ്റൂലല്ലോ വേവിച്ചാണ്ട്. എടാ ഏത് വീടിലെ കിട്ടുക സൗക്കത്താക്കണ്ടേ? എല്ലാ വീട്ടിലും കിട്ടും. എണ്ണി നോക്കി അന്തപ്പെടും. എത്ര ഉണ്ട്? 100 അതിന് മോൾക്കുണ്ട്. സ്കൂൾക്ക് പിന്നെ പുസ്തകം കൊണ്ടിട്ടുള്ള ഇതാ കൊണ്ടുവരണേ. അല്ല ഇതിൽ എങ്ങനെയാണ് ജയിക്ക? എങ്ങനെയാ? സോൺ പേപ്പർ. ഇപ്പൊ പേപ്പർ ഞാൻ കത്രിക ഇച്ചിട്ടി, കല്ല് കത്രിക ഇങ്ങക്ക് ഇത് കല്ല കത്രിക, ഇത് കത്രിക. കല്ലോ കല്ല് ഇങ്ങനെ ദാദാ ഈ ചോപ്പ് ഇതാണ് കല്ല്. അത് രണ്ടും ഇല്ലാത്താണല്ലോ ഇത്. എന്ത് അല്ലേ ഇവിടെ ഉണ്ടല്ലേ? അപ്പൊ ഇജിപ്പം ഓനോട് പറയാം, ഇജ്ജ് കല്ല് പറഞ്ഞ എൻ്റെ കല്ലാണെന്നുണ്ടെങ്കിൽ ഓൻ്റെ കത്രികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടി. ആ നമുക്കൊന്ന് കളിച്ചു നോക്കാം. ഒരു പഴം നിന്നാ എന്റെ ചേലാണുള്ളത്. ഒരു പയണെന്നാ ഇന്ന് പരിപാടിയാ. എന്താണ് തറവാട്ടില് മറ്റേ എന്താണ് അവിടെ മരിച്ചല്ലോ ഋഷലിന്റെ അമ്മ. അവിടെ എന്ത് പരിപാടി? അപ്പം അവിടെ ഇതാണ്. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു പരിപാടിയാണ്. അപ്പം മൈസ്നൂറുണ്ട്. അപ്പം എന്താണ് അവിടെ ചോറ് വെക്കാൻ ഉമ്മമ്മക്ക് ഏൽപ്പിച്ചിരിക്കണേ. അപ്പൊ അവിടെ ഉമ്മച്ചിക്ക് കൂടി കൊടുക്കാനൊക്കെ വേണ്ടേ? അപ്പൊ അതിന് ഇത്രയും പാട്ടുപാടി പരിപാടി ഷോ എന്തെങ്കിലും രാത്രിക്കൊക്കെ ആക്സിഡന്റായി മരിച്ചില്ലേ? പയം തിന്നോളൂ, പയം തിന്നു. അവിടെ വല്ലാണ് ഫുഡ് വെക്കണേ, അങ്ങനെ എന്തോ. സ്കൂളിൽ നിന്ന് എങ്ങോട്ടാണ് യാത്ര പോകുന്ന ടൂറ്? എവിടെയാണ്? പാലക്കാട് ഫാന്റസി പാർക്ക്, പിന്നെ മലമ്പുഴ ഡാം. LP സ്കൂളുകാർ ഫുള്ള് അതിലെ തന്നെ പോണേ. മലമ്പുഴ ഡാം, പാമ്പ് പാർക്ക്, സ്നേക്ക് പാർക്ക്, ഗാർഡൻ ഇതൊക്കെ ഉണ്ട്. പാർക്ക് 5 സ്ഥലത്തേക്ക് പോകാനും വിചാരിച്ചിങ്ങനെ. പക്ഷെ എല്ലാ സമയം അനുവദിക്കുന്നുള്ള നമുക്ക് അറിയാത്തത്. 1 ഡേ ട്രിപ്പാണ്. എത്ര? 3 ദിവസോ? ഒരു ദിവസത്തെ ട്രിപ്പ്. ഒറ്റ ദിവസം? ഒറ്റ ദിവസം. എത്ര റുപ്യ പൈസ? 1100. 1200. ബാക്കിന്റെ തിരിച്ചു തരും. അങ്ങനെ 1100 മാത്രമേ എഴുതി കൊടുക്കും. 1200 മാത്രമേ എഴുതി കൊടുക്കും. പിന്നെ കരാട്ട ചാമ്പ്യൻഷിപ്പ് ഞാൻ പോകുന്നുണ്ട് ഈ ടൂറിന്റെ ഇടയിലോ? കരാട്ട ചാമ്പ്യൻഷിപ്പ് ഒരുപാട് ഉയരങ്ങളിലെത്തി. നമ്മളത് അറിഞ്ഞില്ല കേട്ടാ. കരാട്ട ചാമ്പ്യൻഷിപ്പ് എവിടെയാ? എന്താണ് കളത്തിലോ? അവിടെ അറിയണേ അത് കൂറ്റമ്പാറ അഫുവിന്റെ ഡിവിഷൻ ഉണ്ട്. അപ്പൊ കരാട്ട ചാമ്പ്യൻഷിപ്പ് എവിടെ വെച്ചാല് അതല്ല ഇത് പഠിക്കലോ പറയായോ? ഇപ്പന്നാളെ കയറിയിട്ടുള്ളൂ. ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയോ? ചാമ്പ്യൻഷിപ്പ് അയക്കണേ ഏകദേശം. ഞാൻ കത്തക്കാണ്. ഖത്തറിലോ? കത്തക്കാണ്. കട്ടക്കല്ലേ? കൊത്ത ദുൽഖറിന്റെ കൊത്തരാജ കത്ത തീർക്കണമെന്ന്. അതിന് മുന്നേ കത്ത എഴുതണം. കത്ത കാട്ടി കൊടുക്കണം. ഓരോന്ന് വ്ളോഗാണിത്. എന്താ കാട്ടിത്തരാ? അന്നാ കാട്ടിക്കൊണ്ടാ നോക്കട്ടെ. ട്രൗസർ പോലൊന്നും ഇല്ലല്ലോ. ഞാനുണ്ട്. പോകല്ലേ മേത്തറ്റ. ഒന്നുകൂടി കാട്ട്. ഓഡിയൻസിന് കാണാനുള്ള ടൈമും കൂടി കിട്ടിയില്ല. ഒന്നുകൂടി കാട്ടിക്ക. ഓ ഇജ് പറക്കണല്ലോ. ഓ എതിരാളിക്ക് വേദനിച്ചാലോ കരുതിയാണ്ട കുത്തണ.
ഇതേ എതിരാളിക്ക് മസാജ് ചെയ്ത് കൊടുക്കാനല്ല കരാട്ട, കൂത്തി പറത്തണം. ഒന്നുകൂടി കാട്ട്. അല്ല ഊസാറിന് കാട്ടടാ. അങ്ങനെ 1 2 നീ ഞാൻ കാട്ടി തരാം. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാ? മൂട്ടുമ്പോ ഇങ്ങനെ കൈ വെച്ചാണ്ട് ഓയ്ഷ്. അങ്ങട്ടല്ല ആ ഇങ്ങനെ ഇങ്ങനെ ഈ കജ്ജും പിടിക്കച്ച് പയം അതിന്റെ അടിയില് പയം പകുതിക്ക് വെച്ച് തിന്നുണ്ടേ. ആ എന്നിട്ട് ഈ കജ്ജ് ഫ്രണ്ടിക്ക് വെച്ചിട്ട് ഈ കജ്ജ് അവിടേക്ക് വെക്കണ്ട, ആ കജ്ജ് പിന്നെ ഇങ്ങോട്ട് വെക്കാം. ഈ കജ്ജ് ഫ്രണ്ടിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ടിക്ക് വെക്കാം. നമുക്കിത് അറിയില്ലേ? 1 2 3 അടക്കടക്ക് ഒന്ന് ഇങ്ങോട്ട് പോലെ കാണിച്ചതാ. ഞാൻ ഇങ്ങോട്ട് പോയിട്ടുള്ളൂ. അങ്ങോട്ട് ഇങ്ങനെ പോവാ, മനസ്സിലായി? അങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ രണ്ടു വട്ടം ഇങ്ങനെ ആട്ടിയാ മതി. ഇങ്ങനെ ആട്ടിയിട്ട് ഈ കജ്ജ് ഇങ്ങോട്ട് ഈ കാല് ഇവിടെ തിരിച്ചാണ്ട് ഈ കജ്ജ് അതിന് നമ്മൾ രണ്ടാളും വലുപ്പത്തിന് വ്യത്യാസം ഉണ്ടേ. മമ്മൂട്ടി ചെറുപ്പുലാലിന് ഡാൻസ് കളിച്ചാൽ പോയ പോലെ കാല് തിരിഞ്ഞപ്പോ തട്ടി. ഒന്നുകൂടി അജ്മാൻ അങ്ങോട്ട് പേര് ഇത് ഇങ്ങനെ. പിന്നെ ഈ സ്റ്റെപ്പ് ഇറങ്ങി പോണം. ഇതിപ്പോ സ്ഥലല്ലായിട്ടാ ഞാൻ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് എന്റെ. പൂച്ചനെ വേണം എനിക്ക്. പൂച്ചനെ വളർത്തിക്കോ. ഇപ്പൊ പൂച്ചക്ക് ഒരു ഇത് ഇറങ്ങുന്നുണ്ട്. അതായത് നമ്മൾ ഈ പൂച്ചനെ ആർക്കും പേടിയില്ലല്ലോ. അപ്പം പൂച്ച പട്ടിന്റെ സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു മെഷീന് കൗത്തിൽ കെട്ടി കൊടുക്കും. എന്നിട്ട് ഒരു മെഷീനറി വെച്ചിട്ട് ആൾക്കാരെയൊക്കെ കാണുമ്പോൾ പട്ടിന്റെ സൗണ്ട് ഇങ്ങനെ വരും. അപ്പൊ ജസ്റ്റ് ആൾക്കാരെ പേടിപ്പിക്കാനുള്ള സംഭവം അതിൽ നടക്കും. അത് വേണം എനിക്ക്. അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല അല്ലേ? പട്ടിനെ തന്നെ വേണല്ലേ? ഏത് പട്ടിനെയാണ് നിങ്ങൾ വാങ്ങണേ? രാമാളയാണോ? പിറ്റ്ബുള്ളോ? പിറ്റ്ബുള്ളാണ്. ആ ചെറായ മദ്രസ തുറക്കുമ്പോഴാണ് വീട് പിറ്റ്ബുള്ളിനെ. എന്നാ കുട്ടികൾക്കാർക്കും കജ്ജുന്നാലും ബാക്കി ഉണ്ടാവില്ല. പിറ്റ്ബുള്ള് സീനാട്ടോ. അന്നെ തന്നെ കടിച്ചു ഫസ്റ്റ് ഒന്നാണ്ട്. ഇത്ര എളുപ്പോ? പിറ്റ്ബുൾ ഇത്ര എളുപ്പം? പിറ്റ്ബുൾ എന്താ പശുവോ? മറ്റേ രാമളയലിയൻ അല്ല, രായപ്പളയലിയൻ അല്ല, അമേരിക്കൻ ഡ്രോപ്സിക്കോ, ഡോഗോ അർജന്റീനോ, പ്രിക്കോ, എല്ലാം ഉണ്ട്. അല്ല, ചിക്കൻമണി, അല്ല, ബ്ലാക്ക് ബെക്കോ, റോട്ട് വീലർ. ഇന്ന് മുതലായിട്ട് ഒരു പെൺകുട്ടി ഉണ്ട്. എന്താണ് നിങ്ങൾ അത്ര എളുപ്പമുണ്ടാവും. പക്ഷെ വയസ്സുണ്ടാവൂല. നീളം നല്ല നീളാണ്. ഞാൻ പോട്ടെ. ഞാൻ കരാട്ടെ ക്ലാസ് ഉണ്ടോ നാളെ മുതൽ? എത്ര പൈസ ബല ചേർത്താന്? 500 20 മിനിറ്റോ? എടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ചേരനെ കുറിച്ച് പറയാം. ഇങ്ങോട്ട് വാ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വ്ളോഗ് അതിമനോഹരമാക്കി നമ്മളെ കൂടെ നിന്ന് കട്ടക്ക് പിടിച്ച് നിന്ന് കരാട്ടയും കുങ്ഫുവും കളരിപ്പായിട്ട് നമുക്ക് വേണ്ടി കാണിച്ചു തന്നത് എൻ്റെ സ്വന്തം ആമന കുഞ്ചോമന മുത്തോമന മുത്താമന കിട്ടാമന മുത്ത് എൻ്റെ റിച്ചു മുത്താണ്. അപ്പോൾ റിച്ചു ഒരുപാട് ദിവസങ്ങൾ ഞാൻ മിസ് ചെയ്തിരുന്നു. എൻ്റെ കൂടെ ഇല്ല. എന്നിട്ട് ഇന്നെ മിസ് ചെയ്തിരുന്നു. അപ്പം നമുക്കൊന്ന് ആറാടണം. ഏതോ വലിയ വണ്ടി വാങ്ങിക്കണോ സ്കൂളിൽ പറയുന്നത് കുട്ടികളൊക്കെ എന്റെ പിന്നാലെ വണ്ടി തന്നെ വാങ്ങിയില്ല. നമ്മളത്തുള്ള വണ്ടി തന്നെ ഉള്ളൂ. ലാലേട്ടൻ ആറാടുകയാണ്. ഇതൊക്കെയാ പറഞ്ഞത്. ഈ വണ്ടിയുടെ പേര് വണ്ടിന്റെ പേര് പറഞ്ഞല്ലോ കുട്ടികള്. മറ്റേ ഏതാണ്? അത്തർമുല്ല, അല്ല, റോൾസ് റോയ്സ്, അത്തറിന്റെ കച്ചവടമാണ്. ബി വാഗൺ അല്ല, ജി വാഗൺ, അല്ല, സി വാഗൺ, അല്ല, ഡി വാഗൺ, എഫ് വാഗൺ, എച്ച് വാഗൺ, ഐ വാഗൺ, കെ വാഗൺ, എം വാഗൺ, അല്ല, റോൾസ് റോയ്സ്. ഒരു കുതിരന്റെ ഫോട്ടോ കൊണ്ട് വേണ്ടി മസ്റ്റാങ്. കുട്ടികൾ ഒന്ന് ചോദിച്ചതേ, ഞാൻ മസ്റ്റാങ് വാങ്ങിയോ? ഞാൻ പറഞ്ഞു
മസ്റ്റാർഡ് പറഞ്ഞാല് വേറെന്തോ അല്ലേ? ഇമ്മച്ചി പറഞ്ഞു കസ്റ്റാർഡ് അവിടെ ഉണ്ടാക്കലുണ്ട്, പക്ഷെ മസ്റ്റാർഡ് അവിടെ ഇല്ല. മസ്റ്റാർഡ് വാങ്ങിക്കണോ ടീച്ചർ? റബ്ബേ ഞാൻ കേട്ടിട്ടില്ല. റിച്ചു പറഞ്ഞു. അപ്പം ഇന്നത്തെ വ്ളോഗ് മനോഹരമാക്കി നമുക്ക് കരാട്ടെ ക്ലാസ്. അത് കേട്ടോ, റുസ്തമോൾ 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 അത് കേട്ടിന. അതാണ് ഇപ്പൊ എല്ലാരും ട്രെൻഡിങ് ആക്കണത്. കേട്ടിട്ടില്ല? കല്യാണത്തിന്റെ ഒക്കെ വൈകുന്നേരം പാടുന്ന പാട്ടില്ലേ? മാരൻ സക്കാഫി പാടുന്ന പാട്ടില്ലേ? എല്ലായിടത്തും എത്തിയില്ലേ? ഞമ്മളിനൂട്ട് നമ്മള് ഡാൻസ് കളിച്ചു ആ പാട്ട് ഇട്ടിക്കണ്. അത് കുടുങ്ങി ഫുള്ള്. അപ്പം നമ്മുടെ വ്ളോഗ് ഇത്രയും നേരം മനോഹരമാക്കി തന്നെ നമ്മളെ സ്വന്തം റിച്ചു സാറാണ്. റിച്ചു സാർ ഫാൻസ് എല്ലാവരും കമന്റ് ചെയ്യുക. റിച്ചു ഫാൻസ് റിച്ചു 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 ചൊറുക്ക് ഭംഗിയെല്ലാം കൂടി മുടിയൊക്കെ പാൻറിന്റെ ഉള്ളില് ഇറങ്ങലില്ല. മനുടിന്ന് പോകും, പക്ഷെ അവിടുന്ന് ഇറങ്ങലില്ല. പെരന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാതിരിക്കുന്നതാണ് നമ്മൾ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം. എന്താ വെച്ചാൽ പെരന്റെ ഉള്ളിൽ നിന്ന് ഇപ്പൊ ഇറങ്ങാതിരിക്കുന്നതാണ് ഒരു രഹസ്യം. അപ്പം നമ്മള് സൗന്ദര്യം കൂടണമെന്നുണ്ടെങ്കിൽ പെരന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാതിരിക്കുക. ഇറങ്ങുന്നവർക്ക് കുറച്ച് സൗന്ദര്യം കുറവായിരിക്കും എന്നാണ് നമുക്ക് ബേസിക്കലി പറയാനുള്ളത്. അപ്പൊ പണിക്കൊന്നും പോവാതെ പെരന്റെ ഉള്ളിൽ തന്നെ മാക്സിമം എല്ലാവരും ഇരിക്കുക. സൗന്ദര്യം അപ്പൊ പണിക്ക് പോണം. അപ്പൊ പണിക്ക് പോവാൻ തന്നെ മണി കാര്യം ഉണ്ട് എന്നാണ് റിച്ചു പറഞ്ഞത്. ഇത്രയും നേരം നമ്മുടെ വ്ളോഗ് കണ്ട് എൻജോയ് ചെയ്ത എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പം കൂടുതൽ വ്ളോഗ്സിനായി നമ്മുടെ ചാനൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേഗം പറയാം, അല്ലെങ്കിൽ എനിക്ക് അവിടെ പോകാൻ പറ്റൂല കണ്ണൂർക്ക്. ഒച്ചല്ലേ ഒച്ചയിട്ട് രാവിലെ തന്നെ വ്ളോഗിങ് സൗണ്ട്. അതായത് കൂറ്റമ്പാറ 4-5 സൗണ്ടാണ് രാവിലെ കേൾക്കും. ഒന്ന് കിളിന്റെ ഒച്ച, പിന്നെ പട്ടികളെ ഒച്ച, പിന്നെ എന്റെ ഒച്ച വ്ളോഗ് ചെയ്യണേ. ഹലോ ഗൈസ്, പിന്നെ ആഴ്ചമാതാന്റെ ഒച്ച. പിന്നെ അന്ന് ചെണ്ടൊട്ടാൻ ആൾക്കാർ ഞാൻ നില്ല ഒച്ചയിട്ടില്ലേ? ഞാൻ ഇവിടുന്ന് സ്കൂൾ പഠിക്കക്ക് ഒച്ചയ്ക്ക് ഇവിടുന്ന് പൊട്ടിയ ഒച്ചേ പെരു സൗണ്ടാ. എന്തായാലും ഞാൻ കണ്ടു ഓലൊരു വെള്ള വണ്ടിയിലല്ലേ വരുന്നത്. ഒരു ദിവസം വാ നമുക്ക് ഉസാറാക്കാം. അപ്പം വ്ളോഗ് കണ്ട എല്ലാവർക്കും നമ്മുടെ ഹൃദയം നന്ദി. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വ്ളോഗിന് വേണ്ടി കാത്തിരിക്കുക. ലൈക്ക് അടിച്ച് പൊട്ടിച്ച, കമന്റ് അടിച്ച് പൊട്ടിച്ച, സബ്സ്ക്രൈബ് അടിച്ച് പൊട്ടിച്ച, അടിച്ച് പൊട്ടിച്ച് നിരത്തുക.